നമസ്കാരം. ഞാൻ ശരവൺ മഹേശ്വർ. ഒരു പുതിയ പരമ്പര തന്നെ ആരംഭിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ, എൻ്റെ സാഹിത്യ ജീവിതത്തിലെ ഞാൻ അനുഭവിച്ച, ഞാൻ ആസ്വദിച്ച, ഞാൻ വിലയിരുത്തിയ, ഞാൻ കണ്ടുമുട്ടിയ ഒരുപാട് പ്രതിഭകൾ, അവരെക്കുറിച്ച് എൻ്റെ ഓർമ്മകളാണ് ഈ പരമ്പരയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആഴ്ചയിൽ ഒരു എപ്പിസോഡ് മാത്രം. ആത്മനൊമ്പരങ്ങൾ അഗ്നിയിൽ ആവാഹിച്ച 9 വർഷങ്ങളിൽ നിന്നുള്ള ആത്മകഥയുടെ ആവിഷ്കാരവും അതിൻ്റെ കാര്യങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെയും മറ്റ് ടെക്നിക്കൽ വർക്കുകളൊക്കെ പരിശീലനം തുടരുകയാണ്. അത് താമസിയാതെ ആരംഭിക്കും. അതിനു മുന്നേ ഇങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിൽ കടന്നുകൂടാൻ കാരണം, ഓരോ വ്യക്തിത്വങ്ങളെയും നമ്മൾ പരിചയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ട് സംവേദിക്കുമ്പോൾ, അവരെ കാണാൻ പോകുമ്പോൾ, അവരുടെ പെരുമാറ്റം, അവർ നമ്മളെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ, നമ്മൾ അവരെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ, ഇതെല്ലാം നമ്മൾ ഓർത്തു വയ്ക്കും. കാലത്തിലൂടെ ഒരുപാട് പേർ കടന്നുപോയി. എങ്കിലും എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ള ഓർമ്മകൾ ഞാൻ എല്ലാ ഞായറാഴ്ചയും ഒരു എപ്പിസോഡ് എന്നുള്ള നിലയിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും കാണുക. ഇതുവരെ ആരോടും പ്രത്യേകിച്ച് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൽ പറയുകയാണ്. കാരണം ഞാൻ കണ്ടുമുട്ടിയ ഒരുപാട് കലാകാരന്മാർ, ഒരുപാട് എഴുത്തുകാർ, ജീവിച്ചിരിക്കുന്നവരും ജീവിതത്തിലൂടെ കടന്നുപോയവരും മറ്റു തലങ്ങളിൽ എത്തപ്പെട്ടവരും ആയിട്ടുള്ള നൂറുകണക്കിന് കലാകാരന്മാർ. നിങ്ങൾ കണ്ടുവോ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചോ എന്ന് ചോദിക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ ഇതേപോലെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എങ്കിലും പരിമിതികൾക്കുള്ളിൽ വെച്ച് തന്നെ കുറേയധികം ചിത്രങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലരോട് 5 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്, ചിലരോട് 5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്, ചിലരോട് 10 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പലരെയും കണ്ടതും സംസാരിച്ചതും എല്ലാം വിവിധ തലങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു എന്നുള്ളതിന് രേഖകളൊന്നും കാണിക്കാനില്ലെങ്കിലും എൻ്റെ വസന്തം വന്ന വഴിയെ ദൂതുമായി എന്നുള്ള പുസ്തകത്തിൽ ഞാൻ ഏകദേശം 200-300 പേരുടെ കത്തുകൾ ക്രോഡീകരിച്ച് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലുപരി കുറേ പേരുടെ ചിത്രങ്ങൾ എൻ്റെ കൈവശമുണ്ട്. എന്ന് തുടങ്ങിയോ, സാഹിത്യസഭരി എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എനിക്ക് ലഭിച്ചിട്ടുള്ള, ഞാൻ എഴുതിയതിന് മറുപടിയായിട്ടും അല്ലാതെയും ലഭിച്ചിട്ടുള്ള ഒരുപാട് കത്തുകൾ എൻ്റെ ഫയലിൽ യാതൊരു കേടുപാടും കൂടാതെ ഇന്നും സൂക്ഷിക്കുന്നു. ആർക്ക് വേണമെങ്കിലും വരാം, കാണാം, ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആരംഭിക്കണമെന്ന് എനിക്ക് തോന്നിയത്, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഇഷ്ടപ്പെടുന്നവരും ഞാൻ ബഹുമാനിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരും ഒരുപാട് എഴുത്തുകാരും വിസ്മൃതിയിൽ ആണ്ടുപോയി. 100 പേരെ എടുത്താൽ 100 പേരും ഒരേ തരത്തിൽ പെരുമാറണം, ഒരേ തരത്തിൽ ചിന്തിക്കണം എന്നൊന്നുമില്ല. കവിത എഴുത്തുകാരന് കഥയോട് താല്പര്യം കുറവായിരിക്കും. കഥ എഴുത്തുകാർക്ക് കവിതയോട് താല്പര്യം കുറവായിരിക്കും. ഓരോരോ ശാഖകളിൽ വിലസുന്നവർ, ഓരോരോ ശാഖയിൽ അഗ്രസ്ഥാനത്തെത്തുന്നവർ പലരും പല ചിന്താഗതിക്കാരാണ്. എത്രമാത്രം നന്മകളും എത്രമാത്രം തിന്മകളും എത്രമാത്രം അനുഭവങ്ങളും കൂടിക്കുഴഞ്ഞതാണ് ജീവിതം. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള മേൽവിലാസം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ
അതീവ കഠിനമായിട്ടുള്ള ഒരുപാട് കാലങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. ഇവിടെ വേദാന്തമൊന്നും പറയുകയില്ല, എങ്കിലും നമ്മുടെ മനസ്സിൽ തീ കോരിയിട്ടവരും നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ പനിനീർ പൂക്കൾ വിതറിയവരും നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ പുഞ്ചിരി പൊഴിച്ചവരും തീക്ഷ്ണമായി വെറുക്കപ്പെടേണ്ടവർ എന്ന് നമ്മൾ മുദ്ര കുത്തുന്നവരും ഞാൻ എന്തെല്ലാമോ ആണ്, ഐ ആം ദ സുപ്രീം പവർ ഓഫ് ദ വേൾഡ് എന്ന് ചിന്തിക്കുന്ന ആളുകളും എന്നിൽ കവിഞ്ഞ അറിവ് മറ്റാർക്കുമില്ല, ഞാൻ അറിവിൻ്റെ കേദാര ഭൂവിൽ വിലസുന്നവരാണെന്ന് ചിന്തിക്കുന്നവരും എത്രയോ ഉയരങ്ങളിലെത്തിയിട്ടും ഞാൻ ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്നവരും അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഒരുപാട് കലാകാരന്മാരെയും ഒരുപാട് എഴുത്തുകാരെയും ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെയും അങ്ങനെ നിരവധി പേരെ കാണുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അത് ജോലിയും തൊഴിലുമില്ലാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറേ ആൾക്കാരെ വിളിച്ചു കൂട്ടാം എന്നുള്ള ചിന്തയല്ല, മറിച്ച് നമ്മൾ കണ്ടുമുട്ടിയ ഓരോ വ്യക്തികളുടെയും അവരുടെ വ്യക്തിത്വം, അവർ നമ്മളോട് പെരുമാറിയ പെരുമാറ്റങ്ങൾ, സ്നേഹവായ്പകൾ, വെറുപ്പുകൾ, ഇതെല്ലാം കാലാനുവർത്തിയായി നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. അപ്പോൾ ഞാൻ കണ്ടവരും പരിചയിച്ചവരുമായിട്ടുള്ള ഒരുപാട് പ്രതിഭകൾ, കലാപ്രതിഭകളും സിനിമയുടെ രംഗത്തുള്ള കലാകാരന്മാരും കഥകളി നടന്മാരും അങ്ങനെ വിവിധ തട്ടിലുള്ളവർ, അതിൽ പറഞ്ഞാൽ തീരില്ല. ഭാരതരത്നവും പത്മഭൂഷണും പത്മവിഭൂഷണും പത്മശ്രീയും ഒക്കെ കിട്ടിയ 1069 പേരുകൾ. കുറേയധികം ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അവരും ഞാനുമായി സംവേദിച്ചത്, അവരെപ്പറ്റി എൻ്റെ മനസ്സിലുള്ള ഓർമ്മകൾ, അതാണ് ഞാനിവിടെ ഇങ്ങനൊരു പ്രോഗ്രാമായി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യ എപ്പിസോഡ് അടുത്ത ഞായറാഴ്ച ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ പേരുകൾ പറഞ്ഞാൽ തീരില്ല എങ്കിലും കുറേയധികം പേരുകൾ നിങ്ങളുടെ ഉണർവിലേക്കും നിങ്ങളുടെ ചിന്തയിലേക്കും ഞാൻ കണ്ടുമുട്ടിയ കുറേയധികം ആൾക്കാരുടെ പേരുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു കേൾപ്പിക്കാം. ഭാരതരത്നം കിട്ടിയ പണ്ഡിറ്റ് രവിശങ്കർ, ഭാരതരത്നം കിട്ടിയ MS സുബ്ബലക്ഷ്മി, ഭാരതരത്നം കിട്ടിയ ഭീംസെൻ ജോഷി, ആദ്യത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന പത്മഭൂഷൺ ലക്ഷ്മി N മേനോൻ, പത്മവിഭൂഷൺ ഡോക്ടർ G രാമചന്ദ്രൻ. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വന്ന് താമസിച്ചിട്ടുണ്ട്. ഭരത് അവാർഡ് നേടിയ ബാങ്കെ നായർ, ഭരത് അവാർഡ് നേടിയ മുരളി, ഭരത് അവാർഡ് നേടിയ ഭരത് ഗോപി, പത്മശ്രീ തിലകൻ, പത്മശ്രീ ബാലചന്ദ്ര മേനോൻ, പത്മശ്രീ സുകുമാരി, പത്മശ്രീ ശൂരനാട്ട് കുഞ്ഞമ്പിള്ള, പ്രൊഫസർ N കൃഷ്ണപിള്ള, ഡോക്ടർ അയ്യപ്പ പണിക്കർ, സംവിധായകൻ ഹരികുമാർ, ഗാനരചയിതാവ് കൈതപ്രം, നടൻ നെടുമുടി വേണു, ഡോക്ടർ ശൂരനാട്ട് കുഞ്ഞമ്പിള്ള, തമിഴ് മലയാള സാഹിത്യകാരൻ നീല പത്മനാഭൻ, പത്മഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, പത്മശ്രീ P നാരായണക്കുറുപ്പ്, കുട്ടിയടത്തി വിലാസിനി, നടി ശാന്തകുമാരി, നടൻ വിനീത്, ക്യാമറാമാൻ അശോക് കുമാർ, നടൻ സോമൻ, ഗായകൻ ബ്രഹ്മാനന്ദൻ, ഗായകൻ ഹരിഹരൻ, സ്വാമി ചിന്മയാനന്ദൻ, സ്വാമി ചേങ്കോട്ടോണം മഠാധിപതി സത്യാനന്ദ സരസ്വതി, അഭേദാനന്ദ ആശ്രമം സ്വാമി അഭേദാനന്ദ സ്വാമികൾ, കവി D വിനയചന്ദ്രൻ, കവി ONV കുറുപ്പ്, ചെമ്മനം ചാക്കോ, നടൻ ബഹദൂർ, നടൻ KP ഉമ്മർ, നടൻ പ്രേംനസീർ, സംവിധായകൻ കുഞ്ചാക്കോ, തിരക്കഥാകൃത്ത് ശാരംഗപാണി, മൃണാളിനി സാരുക്കായി, പത്മശ്രീ നടൻ മധു, ഡോക്ടർ ബെഞ്ചമിൻ, പെരുമ്പടവം ശ്രീധരൻ, നടി മാധു, M മുകുന്ദൻ, OV വിജയൻ, ശ്രീ C അച്യുതമേനോൻ മുൻ മുഖ്യമന്ത്രി,
മംഗളം വർഗീസ്, പത്മഭൂഷൺ KM മാത്യു, മലയാളം മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന ശ്രീ KM മാത്യു, മുൻ മന്ത്രിയായ ശ്രീ TM ജേക്കബ്, മുൻ മന്ത്രിയായ ശ്രീ കുഞ്ഞാലിക്കുട്ടി, സംവിധായകരായ ഗിരീഷ് കാസറവള്ളി, സായി പരഞ്ചിപ്പൈ, ഗിരീഷ് കർണാട്, വിശ്വവിഖ്യാതനായ സംവിധായകൻ മൃണാൾ സെൻ, വെമ്പട്ടി ചിന്നസത്യം, ഒഡിസി നർത്തകി മാളവിയ സരുക്കായ്, പത്മ സുബ്രഹ്മണ്യൻ, തകഴി, വൈക്കം മുഹമ്മദ് ബഷീർ, സി രാധാകൃഷ്ണൻ, ഉർവശി ശാരദ, അങ്ങനെ സാഹിത്യത്തിലെയും കലയിലെയും വിവിധ മേഖലകളിൽ പരിലസിക്കുന്ന, ജീവിച്ചിരിക്കുന്നവരും വിസ്മൃതിയിൽ ലയിച്ചവരുമായ ഒരുപാട് പേർ, തകഴിയും വൈക്കം മുഹമ്മദ് ബഷീറും പെരുമ്പടവും ശ്രീധരനും, അങ്ങനെ തുടങ്ങി ഒരുപാട് പേർ നമ്മുടെ മനസ്സിൽ കോറിയിട്ട ഓർമ്മകൾ, അത് നിങ്ങളുടെ മുന്നിൽ എൻ്റെ അനുഭവത്തിലൂടെ വിവരിക്കുകയാണ്. ഇതിന് ഞാനിട്ടിരിക്കുന്ന ടൈറ്റിൽ കൃഷ്ണശിലയായി എന്നാണ്. കൃഷ്ണശിലയായി 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം, അങ്ങനെ എത്ര ഭാഗങ്ങൾ ഉണ്ടാവും എന്ന് ഇപ്പോൾ പറയുക വയ്യ. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ അനുഭവങ്ങൾ, അവരെ കണ്ടപ്പോഴുണ്ടായ അനുഭവങ്ങൾ നമ്മളിവിടെ പറയുമ്പോൾ അവർ വീണ്ടും പുനർജനിക്കുകയാണ് നമ്മുടെ വാക്കുകളിലൂടെ. മധുരതരമായിട്ടുള്ള അനുഭവങ്ങളും മധുരമില്ലാത്ത അനുഭവങ്ങളും അവഹേളനങ്ങളും അനുമോദനങ്ങളും, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അത് ഇവിടെ പറയുന്നത് അവരെ ഓർക്കുക. ലക്ഷോപലക്ഷം ജനങ്ങൾ ഇവിടെ ജനിക്കുന്നു, വളരുന്നു, വിസ്മൃതിയിൽ ആണ്ടുപോകുന്നു. എത്ര പേരെ ഓർമ്മിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ കണ്ടുമുട്ടിയ വ്യക്തിത്വങ്ങൾ, അവരുമായിട്ടുള്ള ഇടപെടൽ, അവരുമായിട്ടുള്ള ഓർമ്മകൾ, അവരുമായിട്ടുള്ള സംസാരങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നും മുഴങ്ങി നിൽക്കുകയാണ്. കാലത്തിൻ്റെ ഒഴുക്കിൽ ഞാനും കടന്നു പോകും. പക്ഷേ ഈ അനുഭവങ്ങൾ, ഇത് കാണുന്ന ശ്രോതാക്കൾ, ഇത് കേൾക്കുന്നവർ, അവരുടെ മനസ്സിൽ ആരൂഢമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ മനസ്സിൽ പതിഞ്ഞ വാക്കുകൾ, ഇത് ഒരു നർമ്മ സംഭാഷണമല്ല. നമ്മുടെ മനസ്സിൽ ഓർത്തെടുക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, നമ്മൾ കണ്ടവരും കാണാത്തവരും ആയിട്ടുള്ള ഒരുപാട് പേർ, എല്ലാവരും നന്മയിൽ വിശ്വസിക്കുന്നു, നല്ലത് മാത്രം ചെയ്യുന്നു. പക്ഷേ അത് അനുഭവവേദ്യമാകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, എങ്ങനെ ഉൾപ്പെടുത്തുന്നു എന്നൊക്കെ നമുക്ക് പറയാവതല്ല. അപ്പോൾ ആ അനുഭവങ്ങൾ കോർത്തിണക്കി ഞാൻ ചെയ്യുന്ന എൻ്റെ ചാനലിൽ മാത്രം വരുന്ന ഒന്നാണ് കൃഷ്ണശിലയായി. അതിൻ്റെ ഇൻട്രഡക്ഷനാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഇത് പറയുമ്പോൾ മനസ്സിൽ വീണ്ടും പറയാൻ വരുന്ന 1-2 കാര്യങ്ങൾ, എൻ്റെ ഒരു പുസ്തകത്തിന് മഹാകവി അക്കിത്തം ഒരു അവതാരിക എന്ന ഒരെണ്ണം എഴുതി അയക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വീണ്ടും കത്തുകൾ എഴുതിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് കറുത്ത മഷിയിൽ എഴുതി അയച്ചു തന്നാൽ വളരെ ഉപകാരമായി. ഇത് നീല മഷിയിലാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ എല്ലാ കവിതാ സമാഹാരങ്ങളിലും 16ഓളം കവിതാ സമാഹാരങ്ങൾ, അതിൽ ഓരോ കവിയുടെയും ഓരോ എഴുത്തുകാരൻ്റെയും കയ്യക്ഷരം അതേപടി പ്രിൻ്റ് ചെയ്ത് ചേർക്കുകയാണ് പതിവ്. അന്ന് അദ്ദേഹം സുഖമില്ലാതിരിക്കുന്ന ഒരു അവസരമായിരുന്നു. എന്നിട്ടും കുഞ്ഞെ, ഞാൻ ഉടനെ അയച്ചു തരാം, വേറെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, വിഷമിക്കേണ്ട, ഒരു കാർഡിൽ എനിക്ക് കത്തയച്ചിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ എഴുതിയ അത് തന്നെ കറുത്ത മഷിയിൽ എനിക്ക് അയച്ചു തന്നു. ആ ഓർമ്മ എങ്ങനെ മറക്കാനാവും? അതുപോലെ തന്നെ മഹാകവി ഉളപ്പമണ്ണ എനിക്കൊരു കത്തയച്ചിരുന്നു.
ഇതുപോലെ വേറെ സംഭവം. മുൻ മുഖ്യമന്ത്രിയായ ശ്രീ അച്യുതമേനോനെ കാണാൻ പോയ അനുഭവങ്ങൾ. അദ്ദേഹത്തിൻ്റെ 6ഓളം കത്തുകൾ എൻ്റെ കയ്യിലുണ്ട്. ഫോട്ടോകളില്ല, കത്തുകൾ എന്നിലുണ്ട്. എൻ്റെ സാഹിത്യ പ്രവർത്തനത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലും. അതുപോലെ തന്നെ 2-3 തവണ ശ്രീ ഇ കെ നായനാരെയും, മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരെയും കാണാൻ ഇടയായിട്ടുണ്ട്. നർമ്മത്തിൽ പൊതിഞ്ഞ അദ്ദേഹത്തിൻ്റെ സംഭാഷണവും അദ്ദേഹത്തിൻ്റെ സ്നേഹമസൃണമായിട്ടുള്ള സംസാരവും ഒരു കാലവും ഒരു മനുഷ്യനും മറക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ വിശ്വവിഖ്യാതനായ ശ്രീ ഒ വി വിജയൻ, ശ്രീ എം മുകുന്ദൻ, ശ്രീ രാധാകൃഷ്ണൻ, വൈക്കം ബഷീർ, കുഞ്ഞുണ്ണി മാഷ്, ഡി വിനയേന്ദ്രൻ, ONV കുറുപ്പ്, പത്മരാജൻ, പ്രൊഫസർ GN പണിക്കർ, അങ്ങനെ എണ്ണിയാൽ തീരില്ല. 35 വർഷത്തെ ജീവിത സഫരിയിൽ ഞാൻ കണ്ട ഒരുപാട് പേർ, ഒരുപാട് കലാകാരന്മാർ, വിശ്വതരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ, ഇവരെയൊക്കെ കാണാനും സംസാരിക്കാനും ഇടയായിട്ടുണ്ട്. 3 തവണ ഉർവശി അവാർഡ് നേടിയ ഉർവശി ശാരദ, ക്യാമറമാൻ അശോക് കുമാർ, വ്യത്യസ്തനായ ചിന്തകനും ഒക്കെയായ ശ്രീ പ്രൊഫസർ KM ജോർജ്, അങ്ങനെ തുടങ്ങി പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും കാണുവാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഓർമ്മകൾ ആരും മോശക്കാരല്ല, ആരും ജീവിതത്തിൽ ഞാൻ ഇന്നതാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ ജീവിതാനുഭവങ്ങൾ, അവരുടെ സൃഷ്ടികൾ, അവരുടെ കഴിവുകൾ കാലം എത്ര മാറിയാലും നമ്മുടെ ഉള്ളിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോവില്ല. ആ അനുഭവങ്ങളാണ് ഈ കൃഷ്ണശിലയായി എന്ന പരമ്പരയിൽ ഞാൻ ഓരോ തവണയും അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വെറുതെ കേട്ടുപോകാനല്ല. ആ അനുഭവങ്ങൾ, അന്നുണ്ടായ ഓരോ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ നമുക്ക് എങ്ങനെ മറക്കാനാകും? ശ്രീ തകഴിയുമായിട്ടുള്ള ആ ഒരു അനുഭവം, വീട്ടിൽ നിന്നും 1/2 കിലോമീറ്ററോളം ദൂരം എന്നോട് നടന്ന് സംസാരിച്ച തകഴി അമ്പലത്തിൻ്റെ അവിടം വരെ കൊണ്ടുവിട്ടിട്ട് നീ പോവുകയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ തീരില്ല. താനൊരു കവിയെയല്ല, തനിക്ക് കവിത എന്ന് പറഞ്ഞാൽ എന്തെന്നറിയില്ല, താൻ ആദ്യം കവിത പഠിക്കൂ, ആദ്യം അക്ഷരങ്ങൾ പഠിക്കൂ എന്ന് പറഞ്ഞ എഴുത്തുകാർ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കോറിയിട്ട ഒരു പരമ്പരയാണ് കൃഷ്ണശിലയായി. അത് അടുത്ത ഞായറാഴ്ച മുതൽ ഒരൊറ്റ എപ്പിസോഡ് മാത്രം. എത്ര കാലം ഇത് തുടർന്നു പോകും, എത്ര കാലം ഇത് ചെയ്യാൻ കഴിയും എന്നൊന്നും പറയാവതല്ല. കാരണം ജീവിതമാണ്. അപ്പോൾ ആ ജീവിതത്തിൽ മുള്ളുകൾ നിറഞ്ഞ പാതയും മെത്ത പോലെയുള്ള പാതയും ഒക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നിടത്തോളം പറയാൻ കഴിയും. അത് മനുഷ്യ മനസ്സിൻ്റെ, ആസ്വാദക മനസ്സിൻ്റെ ഉള്ളിൽ കടന്നു കയറുക എന്നതാണ് പ്രധാനം. ഒരു മനുഷ്യനെയും ഒരു പോറൽ കൊണ്ടുപോലും വേദനിപ്പിക്കരുത്. അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും ഈ ഭൂമിയിൽ പതിക്കരുത്. അതാണ് എൻ്റെ ആപ്തവാക്യം. ഇവിടെ വേദാന്തമല്ല പറയുന്നത്. ഓരോ മനുഷ്യ മനസ്സും ജീവിതമെന്നുള്ള പ്രയാണത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെയോ എത്തിപ്പിടിക്കാനും എന്തൊക്കെയോ നേടാനും. ഒടുവിൽ എന്തായിത്തീരുമെന്നുള്ളത് എല്ലാവർക്കും ഒരു പാഠമാണ്. ജീവിതം അങ്ങനെയാണ്. ഇതിൽ കൂടുതലൊന്നും ഇത്തരുണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ എപ്പിസോഡുകളും നിങ്ങൾ കാണുക. എല്ലാം എൻ്റെ അനുഭവത്തിൻ്റെ, എൻ്റെ കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിലാണ് ഇത് ഞാൻ അവതരിപ്പിക്കുന്നത്.
നിങ്ങൾ കാണുമല്ലോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ യോഗ്യമാണെന്ന് കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.